നദീം ശ്രാവൺ കൂട്ടുകെട്ട ചിട്ടപ്പെടുത്തി സമീർ എഴുതി, അതേപോലെ തന്നെ അനുരാധ പോഡ്വാൾജിയുടെ ശബ്ദത്തിൽ വന്ന സാജൻ എന്ന ചിത്രത്തിലെ ഈ മനോഹരമായ ഗാനം കേൾക്കുമ്പോൾ പലർക്കും നൊസ്റ്റാൾജിയ എന്ന ആ മനോഹരമായ ഫീലിംഗ് മനസ്സിലേക്ക് ഓടിയെത്തും. ഇതേപോലെ നല്ല നല്ല ഓർമ്മകൾ ഉണർത്താനായി, നല്ല നല്ല പാട്ടുകൾ പാടാനായി ഡ്യുവറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഡ്യുവറ്റിലെ ഇന്നത്തെ അതിഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമായി. ഇന്ന് ഡ്യുവറ്റിൽ പാടാനെത്തുന്ന അതിഥി നമുക്കെല്ലാവർക്കും വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു ശബ്ദവും ഒരു മുഖവുമാണ്. നമുക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ പാടി തന്നിട്ടുള്ള തെന്നിന്ത്യയിലെ സിംഗിങ് സെൻസേഷനായ മധു ബാലകൃഷ്ണൻ. മധുചേട്ടനെ കാണുമ്പോൾ അങ്ങനെ ഒരു എയർ പിടിച്ച് ഭയങ്കര ഫോർമലായിട്ട് ഡ്യുവറ്റിലേക്ക് സ്വാഗതം എന്നൊന്നും പറയാൻ തോന്നണില്ല. എനിക്കും അങ്ങനെ കണ്ടപ്പോ ഒരു എന്താ പറയാ, വളരെ ഒരു വീട് പോലെയൊക്കെ തോന്നിയുള്ളൂ. കാരണം ജോസിനെ വർഷങ്ങളായിട്ട് അറിയാം, വളരെ അടുത്ത സുഹൃത്താണ്. അതെ, തീർച്ചയായിട്ടും. മധുചേട്ടനെ കുറെ കാലങ്ങളായിട്ട് അറിയാം, മധുചേട്ടൻ്റെ പാട്ടുകളൊക്കെ കുറെ കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും മധുചേട്ടൻ്റെ ഒരു തുടക്കം എവിടെ നിന്നാണെന്ന് അറിയാനൊരു ഇതൊരു നല്ലൊരു സാഹചര്യമായിരിക്കും തോന്നുന്നു, അതൊക്കെ ചോദിച്ചറിയാനായിട്ട്. എങ്ങനെയാണ് പാട്ട് കുടുംബപരമായിട്ട് കിട്ടിയതാണോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു? എൻ്റെ ഉള്ളിലുള്ള കഴിവ്, ദൈവം തന്ന ഒരു കഴിവ്, അത് എനിക്ക് കിട്ടിയത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് തന്നെ ആയിരിക്കണം. കാരണം അവർക്ക് പാടാനുള്ള കഴിവുണ്ടായിരുന്നു, അവർ പ്രൊഫഷണൽ അല്ലായിരുന്നു എന്ന് മാത്രം, രണ്ടുപേർക്കും പാടാനുള്ള കഴിവുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രോത്സാഹനം കൊണ്ട് മാത്രം ആണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എത്തിയത്. അതെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം പാടി തുടങ്ങിയത് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അത് ഞാൻ പാടുന്നുള്ള കാര്യം എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയാമായിരുന്നിരിക്കും. പക്ഷേ എൻ്റെ 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ക്ലാസ് ടീച്ചർ സിസ്റ്റർ ബസാലിയ ആണ് ശരിക്കും എന്നെ ആ രീതിയിൽ തിരിച്ചു വിടണമെന്നും പ്രോത്സാഹിപ്പിക്കണം എന്നെല്ലാം എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ എൻ്റെ അമ്മ എന്നെ ആദ്യമായിട്ടൊരു പാട്ട് പഠിപ്പിച്ചത്. എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ പാട്ട് അതാണ്. എൻ്റെ വേറെ പാട്ടൊന്നും പാടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആദ്യം ഞാൻ പാടിയ പാട്ട് ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ പാട്ടാണ് ആദ്യം പാടിയത്. ഒരു മത്സരത്തിന് വേണ്ടി. അപ്പോൾ ഈ 2 ലൈൻ മാത്രമേ എനിക്ക് പാടാനും പറ്റുള്ളൂ സ്റ്റേജിൽ. കാരണം ഞാനിങ്ങനെ സ്റ്റേജിലേക്ക് കയറി വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കണം കണ്ടപ്പോൾ ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി. പിന്നെ ഞാൻ ആകെ പേടിച്ച് വിറച്ച് ഞാൻ താഴത്തേക്ക് ഇറങ്ങിപ്പോയി. അതാണ് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ്, സ്റ്റേജ് എക്സ്പീരിയൻസ്. അതിനുശേഷം ഞാൻ 5ാം ക്ലാസ്സിൽ ഒരു ദിവസം ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാതിൽക്കിലൊരു മുട്ട് കേട്ട് ഞാൻ വാതിൽ തുറന്നപ്പോൾ ഒരു ചേച്ചി, കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ളൊരു ചേച്ചി വന്നേക്കണു. ഞാൻ വരൂ ചേച്ചി, അകത്തിരിക്കൂ, കയറിയിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇരുത്തി. ഞാൻ വീണ്ടും എൻ്റെ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറേ നേരം ഇങ്ങനെ ആ ചേച്ചി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ചു, മോനെ ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, മനസ്സിലായില്ല. അല്ല, പിന്നെ മോനെന്തൊന്നും ചോദിക്കാത്ത? അതെ, ഞാൻ വിചാരിച്ചു അമ്മയുടെ അച്ഛൻ്റെ വല്ല ഗസ്റ്റ് ആയിരിക്കും വിചാരിച്ചു. അതിൻ്റെ ഞാൻ മോനെ പാട്ട് പഠിപ്പിക്കാൻ വന്ന ടീച്ചറാന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് പേനയൊക്കെ തെറിച്ചു പോയി, ഞാൻ ചാടി എഴുന്നേറ്റ്. അങ്ങനെ അപ്പോൾ അമ്മയും അച്ഛനും വർക്ക് ചെയ്യുന്നവരായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു, അച്ഛൻ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് സ്കൂളിൽ നിന്ന് ആദ്യം എത്തുന്നത്. ടീച്ചർ ആദ്യം സാപ്പാസ പാടിപ്പിച്ചു, പാടുമ്പോഴത്തേക്കും ബാക്കി ഞാൻ പാടിക്കഴിഞ്ഞു, പധനീസ പാടിക്കഴിഞ്ഞു. അപ്പോൾ ടീച്ചർ ചോദിച്ചു, മോന് ഇതിനുമ്പ് പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മയോടും ചോദിച്ചു. പറഞ്ഞില്ല, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. എൻ്റെ അമ്മയോടും ചോദിച്ചു. അപ്പോൾ അമ്മയും ഇല്ല, ഇവനെ ഇതുവരെയായിട്ടും പാട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും ബാക്കി പാടണേ എങ്ങനെയാ എന്ന് ചോദിച്ചു. പറഞ്ഞാൽ എനിക്കറിയില്ല, അതെനിക്ക് എന്തോ ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ പാടാൻ തോന്നി, അങ്ങനെ പാടിയെന്ന്. ശരിക്കും ബാക്കി ഞാൻ പാടി, ഫുൾ പാടി. എനിക്ക് ആയിരിക്കാം, ചിലപ്പോൾ അതായിരിക്കാം, എനിക്ക് അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ എൻ്റെ ഉപബോധ മനസ്സിലെങ്ങനെ കിടക്കുന്ന വല്ല കാര്യമായിരിക്കും. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ വല്ല സിനിമയിലുള്ള ഭാഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ ടീച്ചർക്ക് ആകെ ഒരു അത്ഭുതം, ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ, നേരത്തെ പഠിച്ചിട്ടുണ്ടോ എന്ന്. അങ്ങനെയാണ് പാട്ട് പഠിത്തം തുടങ്ങിയത്. പാട്ടാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് തിരിച്ചറിഞ്ഞ് പിന്നെ അതിലേക്ക് പോയത്. ഗായകനാവണം എന്നുള്ളത് തീരുമാനിച്ചത് അപ്പോഴേ തീരുമാനിച്ചു ഞാൻ. കാരണം
എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞ പിന്നെ ഞാൻ RLV കോളേജിലും സ്വാതിരുന്നാൾ കോളേജിലും അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ സ്വാതിരുന്നാൾ കോളേജിൽ നമ്പർ 1 ആയിട്ട് സെലക്ഷൻ കിട്ടി. അങ്ങനെ പോകാനിരിക്കുമ്പോഴാണ് മദ്രാസിലേക്ക് പഠിക്കാനുള്ള ഒരു അവസരം വന്നത്. അങ്ങനെയാണ് അവിടേക്ക് പോയത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യത്തെ ഫിലിമിൽ പാടുന്നത്. എൻ്റെ ഫസ്റ്റ് വർക്ക് തന്നെ തമിഴ് ഫിലിം ഡയറക്റ്റ് സിംഗിങ് ഫിലിമിലേക്ക് ഉള്ള എൻട്രി ആയിരുന്നു. 95 ഞാൻ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് ഈ പറഞ്ഞ ഉഴവുത്തുറ എന്ന് പറഞ്ഞ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് സാറിനോട് പറഞ്ഞു, ഇവിടെ നിന്നൊരു നല്ല കഴിവുള്ളവരാരെങ്കിലും എൻ്റെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഗുരുനാഥൻ ശ്രീ TV ഗോപാലകൃഷ്ണൻ സാറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ശരി. അപ്പോൾ ആ ഒരു ആദ്യത്തെ പാട്ട് കേൾക്കാനൊരു തീർച്ചയായിട്ടും അത് ചിത്ര ചേച്ചിയുടെ കൂടെയുള്ള ഒരു ഡ്യുവറ്റ് സോങ് ആണ്. അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് ശരത്തേട്ടനാണ്. അങ്ങനെയാണ് ശരത്തേട്ടൻ ഞാനായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ശരത്തേട്ടൻ്റെ കൂടെ കുറച്ച് നാളുകൾ ഞാനുണ്ടായിരുന്നു. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. உள்ளத்தை திறந்து உண்மையை சொல்லுகிறேன், உனது முகத்தில் விழுத்து எழுந்து உலகை வெல்லுகிறேன். ஆனந்த குங்குமம் சூடும் முல்லை, நீ ஒரு தெய்வத்தின் பிள்ளை. அன்புள்ள மனைவி வந்தால் நானும் ஆலயம் போவது இல்லை. அடி நீ இல்லாமல் தேனும் எனக்கு தித்திக்க போவதில்லை. உள்ளத்தை திறந்து உண்மையை சொல்லுகிறேன், உனது முகத்தில் விழுத்து எழுந்து உலகை வெல்லுகிறேன். നല്ല രസമുള്ള പാട്ട്, ഭാര്യയെ പറ്റിയുള്ള പാട്ടാണ്. അതാണ് ഇത്ര ഫീൽ അടിച്ച് പാടിയത്. ദിവ്യ ചേച്ചി കാണുന്നുണ്ടാവുമെന്ന് അറിയാലോ. നല്ല രസമുള്ള പാട്ട്. ഞാൻ ആക്ച്വലി എനിക്കൊരു പുതിയ അറിവാണ്, ചേട്ടൻ തുടങ്ങിയത് തമിഴിലൂടെയാണ്, ചേട്ടൻ മലയാളത്തിലൂടെയാണ് കുറിച്ചത് വിചാരിച്ചിരിക്കുകയായിരുന്നു ആക്ച്വലി. ചേട്ടൻ്റെ പിന്നെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നിരന്തരമായിട്ടുള്ള സാധകത്തിന്റെ ഒരു പ്രസൻസ് എന്താ ശബ്ദത്തിലുണ്ടെന്നുള്ളത്. അത് ചേട്ടൻ്റെ എളിമുകൊണ്ട് അതല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ റെഗുലറായിട്ട് ഞാൻ സാധകം ചെയ്തിട്ടേ ഇല്ല ഇതുവരെ. സത്യമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ സാധകം ചെയ്തിട്ടുള്ള ദിവസങ്ങളെല്ലാം കൂടി കൂട്ടി ചേർത്ത് വെച്ചാൽ ഒരു 2 മാസം ഉണ്ടാവും ശരിക്കും. മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ TVG സാറിനെ പേടിച്ചിട്ട് ഞാൻ സാധകം ചെയ്തിട്ടുണ്ട്. സാർ വന്നിട്ട് ചോദിക്കും, അവിടെയുള്ള സ്റ്റാഫിനോടൊക്കെ ചോദിക്കും, ഇവൻ പ്രാക്ടീസ് ചെയ്തോ ഒന്ന് രാവിലെ എന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു പേടി കാരണം കൊണ്ട് ഞാൻ അവിടെ വല്ലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചന്ദ്രമന സാറിനോട്, നാരായണൻ നമ്പൂരി സാറിനോട് ഞാൻ ചോദിക്കുമായിരുന്നു, സാറേ എങ്ങനെയാണ് സാധകം ചെയ്യണേ, ഞാൻ എങ്ങനെ സാധകം ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ സാറിനോട് ചോദിക്കും. ഇയാൾക്ക് സാധകമൊന്നും വേണ്ടോ എന്ന് നാരായണൻ നമ്പൂരി സാർ എന്നോട് പറയും. പക്ഷെ ഞാനതിങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ TVG സാറിൻ്റെ അടുത്ത് ചെന്നേ പിന്നെ എന്നെ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് അവിടെ പുതിയ രീതിയിൽ സാധകം ചെയ്യാനുള്ള വഴികളൊക്കെ പറഞ്ഞു തന്നത്. ചേട്ടൻ ഹരിമുരളീരവൊക്കെ സ്റ്റേജിൽ പാടുന്നതിനെ വായം പൊളിച്ച് കേട്ട് നിന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചത് ചേട്ടന് 4:30 എനിക്ക് കുളത്തിലിറങ്ങി നിന്ന് സാധകം ചെയ്യാൻ. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ ഞാൻ കുളത്തിൽ നിന്ന് സാധകം ഇങ്ങനെ പറഞ്ഞ സിനിമയിലേക്ക്, ശങ്കരാഭരണം സിനിമയിലൊക്കെ കണ്ടിട്ട് കുളത്തിലിറങ്ങി പ്രാക്ടീസ് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ കരുതി പറവൂര് എൻ്റെ അമ്മയുടെ തറവാട്ടിൽ അവിടുത്തെ കുളത്തിൽ ഞാനിങ്ങനെ ഒരു 4 ദിവസം സാധകം ചെയ്തു. 5-ാമത്തെ ദിവസം പാട്ടൊക്കെ പാടി കണ്ണൂർ ഒരു 5:30-6 മണിക്കാണ് സംഭവം. കണ്ണൊക്കെ തുറന്നു നോക്കിയപ്പോൾ ഒരു നീർക്കോലിയുടെ തല മുൻപിൽ. അതോടുകൂടി നിർത്തിയ ആ പരിപാടി. അപ്പം ചേട്ടൻ്റെ ഇത് കഴിഞ്ഞിട്ട്, അതായത് ഈ ആദ്യത്തെ തമിഴ് സോങ് പാടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രോപ്പർ ചേട്ടൻ്റെ കരിയറിൽ ഒരു ബ്രേക്ക് എന്ന് പറയുന്ന സോങ് ഏതായിരിക്കും? മലയാളത്തിൽ എനിക്ക് ഒരു ബ്രേക്ക് എന്ന് പറയാൻ ആയിട്ട് മറ്റേ ജ്വാലയായി എന്നുള്ള സീരിയലിന്റെ ടൈറ്റിൽ അതൊരു ബ്രേക്കായിരുന്നു, മകരം മഞ്ഞു പൊഴിഞ്ഞിട്ടും എന്നുള്ളത്. പിന്നെ 2002 വാൽക്കണ്ണാടിയിൽ മറ്റേ അമ്മ എന്നുള്ള പാട്ടിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് കൊണ്ട് ആണ് ശരിക്കും ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എനിക്ക് ആ സമയത്ത് കിട്ടിയത്, ജനങ്ങൾ എന്നെ കുറച്ചും കൂടി തിരിച്ചറിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വെച്ച് നമുക്ക് ഡ്യുവറ്റിന്റെ ഈ എപ്പിസോഡ് ഫുൾ ഓൺ ആയിട്ട് ആരംഭിക്കാം. ഓക്കെ. അമ്മേ അമ്മേ കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര, മീനം പൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ മെയ്യായി പൊയ്യായി മാറി ചൊരിയ, ചടുല നടനമൊടു ചുടല നടുവിനിടി പടഹമിടയുമാറ്
ഉടലും ഉയരുമേരി കനലിൽ ഉരുകിയൊരു മധുര രുധിരമാണ് അമ്മേ 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 കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര മീനം പൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ മെയ്യായി പൊയ്യായി മാറി ചൊരിയ കാലിടറുമ്പോഴുമെന്നെ കാത്തരുളുന്നൊരെന്നമ്മേ പാലൂട്ടും തിങ്കൾ നീയെ താരാട്ടും കാറ്റും നീയെ ജീവനും നീ മായേ പൂജിക്കും ദൈവം നീയെ പൂമൊട്ടിൽ തേനും നീയെ പുണ്യവും നീ തായേ മുടിയുണര മകുടമുണര മുടിയിലൊടു നിരയൊടു മുകിലുണര നടയുണര നടനമുണര നടനമൊടു കൊടുമുടി അടിയിളക അമ്മേ 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 കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര മീനം പൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ മെയ്യായി പൊയ്യായി മാറി ചൊരിയ ഗംഭീരായി മച്ചേട്ടാ. താങ്ക് യു. ഇതിനൊരു റെക്കഗ്നിഷൻ കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അത്ര മനോഹരമായിട്ടുണ്ട് എൻ്റെ. എം ജെ ചന്ദ്രന്റെ സംഗീതമാണ്, അതെ രമേശൻ നായരുടെ അദ്ദേഹത്തിന്റെ വരികളാണ്. ആഹാ